ബി ജെ പിയെ കുറിച്ച് ദേവൻ്റെ ചില പരിദേവനങ്ങളുണ്ട്. ദേവൻ്റെ പരിദേവനങ്ങളെല്ലാം സത്യമാണ്, കറക്റ്റാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ അകത്ത് പോയിട്ട് പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോകാൻ എളുപ്പവുമല്ലൊരു സ്ഥലമല്ല അത്. കാരണം അത് വേറൊരു തലമാണ് ബി ജെ പി. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ കൃത്യമായി ദേവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേവനെ മാറ്റിയിട്ടാണ് IPS ശ്രീലേഖ IPS ചെന്നപ്പോൾ കൊടുത്തു എന്ന് പറയുന്നത്. ശ്രീലേഖ IPSനെ തന്നെ ഇട്ട് വട്ടം കറക്കി തിരുവനന്തപുരം മേയറാക്കാന്ന് പറഞ്ഞ അവസാനം മേയറാക്കില്ല. രാജേഷ് മേയറായത് നല്ലതാണ്, രാജേഷ് മിടുക്കനാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത് രാജേഷ് മിടുക്കനായ മേയറാണ്. പക്ഷേ ശ്രീലേഖ IPSന് കൊടുക്കാമെന്ന് പറഞ്ഞാണ് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സീറ്റുമുണ്ട്, ഒരുപാട് ഫൈമി കാമുകന്മാരുമുണ്ട്. അവർക്കത് പറ്റുന്നതല്ല എന്നുള്ളതാണ് ബി ജെ പി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ ഇതൊക്കെ വളരെ രസകരമായ രീതിയിലാണ് ബി ജെ പി പോകുന്നത്. എന്തായാലും അതൊരു വശത്ത് നിൽക്കുമ്പോൾ കേരളം പിടിക്കാൻ ബി ജെ പി ഡൽഹിയിൽ ഓഫീസ് തുറന്നിരിക്കുകയാണ്. നവാമി ഗംഗ എന്ന് പറയുന്ന പരിപാടി നടത്തിയതുപോലെ നവാമി പമ്പയാർ ഒഴുകട്ടെ എന്നുള്ള നിലയിൽ പമ്പയാറിനെ ശുദ്ധീകരിക്കാനുള്ള നവാമി പമ്പ പരിപാടിക്ക് ഒരു പ്രോജക്റ്റ് അനൂപ് ആൻ്റണിയും PK കൃഷ്ണദാസും അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറും കൂടി ജലശക്തി മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളൊരു പദ്ധതിയാണ് തിരുവനന്തപുരം പാർവതി പുത്തനാറിലെ, തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോടും പാർവതി പുത്തനാറുമാണല്ലോ തിരുവനന്തപുരത്തെ മാലിന്യത്തിൻ്റെ വലിയൊരു കുഴപ്പക്കാരൻ. അതുകൊണ്ട് തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോടിലാണ് ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തത്. ആ പാർവതി പുത്തനാറ് എന്ന് പറയുമ്പോൾ പാർവതി പുത്തനാർ ശുദ്ധമാക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ആമേഴഞ്ചാൻ തോട്. അത് വൃത്തിയാക്കാനുള്ള ഒരു പ്രൊജക്റ്റ് നവാമി പാർവതി പുത്തനാറും. അപ്പോൾ നവാമി പമ്പയും നവാമി പാർവതി പുത്തനാറും കൊടുത്തു എന്ന് മാത്രമല്ല, ഡൽഹിയിൽ ഒരു ലേസൺ ഓഫീസ് തുറന്നിട്ടുണ്ട്. ആ ലേസൺ ഓഫീസിൻ്റെ ജോലി റിംഗ് റോഡ് കൊണ്ടുവരിക, കേരളത്തിലെ റിംഗ് റോഡിന് അനുവാദം വാങ്ങുക, വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് കേരളത്തിൽ കൊണ്ടുവരിക, നവാമി പമ്പ കൊണ്ടുവരിക, നവാമി പാർവതി പുത്തനാർ കൊണ്ടുവരിക. ഇങ്ങനെ 2029 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിടിക്കാൻ വേണ്ടി കേരളത്തിന് അനുകൂലമായി എല്ലാ പദ്ധതികളും വിവിധ വകുപ്പുകളിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡൽഹിയിലെ ഒരു ഓഫീസ് തന്നെ തുറന്നിരിക്കുകയാണ് ബി ജെ പി. ആ ഓഫീസിൻ്റെ ചുമതല PK കൃഷ്ണദാസിനാണ്. അവിടെ സ്റ്റാഫ് ഉണ്ടായിരിക്കും. അവരുടെ അതേ ഓഫീസ് കേരളത്തിലും അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരിക്കും, ജില്ലാ തലത്തിലും ഉണ്ടായിരിക്കും. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചെയ്യേണ്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ജില്ലാ ഓഫീസിൽ ചെന്നാൽ അത് സംസ്ഥാന ഓഫീസിലേക്കും, സംസ്ഥാന ഓഫീസിൽ നിന്ന് അത് കേന്ദ്ര ലേസൺ ഓഫീസിലേക്കും പോകും. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇനി വെറുതെ കത്ത് കൊടുക്കുന്ന പരിപാടിയല്ല. ഡൽഹിയിൽ സ്റ്റാഫ് സ്ഥിരമായി ഹിന്ദിയൊക്കെ അറിയാമെന്നുള്ള സ്റ്റാഫിനെയാണ് വെച്ചിരിക്കുന്നത്. ഹിന്ദി ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫാണ്. അവർ PK കൃഷ്ണദാസിൻ്റെ ഉള്ള നിർദ്ദേശത്താൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വ്യക്തികൾക്ക് കിട്ടേണ്ടതും സംസ്ഥാനത്തിന് കിട്ടേണ്ടതും സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ടതുമായ എന്തെല്ലാം ആനുകൂല്യമുണ്ടോ അതെല്ലാം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് ഒരു വശത്ത് നടക്കുന്ന പണി. അപ്പോൾ ഒരു വശത്ത് ആളുകൾ കൂടെ ഉള്ളവർ ഒഴുകിപ്പോകുന്നു, മറുവശത്ത് സ്റ്റേറ്റ് പിടിക്കാനുള്ള അല്ലെങ്കിൽ 29 തെരഞ്ഞെടുപ്പിൽ പിടിക്കാനുള്ള പണികളും ബി ജെ പി ചെയ്യുന്നു. എന്തായാലും ലേസൺ ഓഫീസ് ഡൽഹിയിൽ തുറന്നിട്ടുണ്ട്. ആ ലേസൺ ഓഫീസിൻ്റെ ബ്രാഞ്ചുകൾ എന്നുള്ള നിലയിൽ ചെറിയ ഓഫീസുകൾ സംസ്ഥാനത്തും ജില്ലകളിലും ഉണ്ടാകും. അങ്ങനെ ഏത് പ്രശ്നവും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഏത് വ്യക്തിക്ക് ഏത് പ്രശ്നവും ഈ ചാനലിലൂടെ പരിഹരിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത് ഞാനീ പറഞ്ഞ പോലെ നവാമി പമ്പയും നവാമി പാർവതി പുത്തനാറും റിംഗ് റോഡും വന്ദേ ഭാരത് സ്ലീപ്പറും അങ്ങനെ തുടങ്ങി പിന്നെ പുതിയ ട്രെയിനുകളും കേരളത്തിൽ എന്തെല്ലാം അനുവദിപ്പിക്കാൻ പറ്റും ഓരോ വകുപ്പിൽ നിന്നും വെറുതെ മെമ്മോറാണ്ടം കൊടുക്കലല്ല, വകുപ്പുകളിൽ പോയി നേരിട്ട് ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. രാജീവ് ചന്ദ്രശേഖർ PK കൃഷ്ണദാസും കൂടി അവിടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, അങ്ങനെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, അങ്ങനെ ഫയൽ ട്രാക്കിംഗ് സിസ്റ്റം കൂടിയാണ് BJP ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫയൽ ട്രാക്കിങ്ങിലൂടെ കൃത്യമായ പരിപാടികൾ പ്ലാൻ ചെയ്ത് വളരെ കൃത്യമായി എന്ത് ചെയ്യുക എന്നുള്ളതാണ്, സംസ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. പിടിക്കുമോ? അപ്പോഴാണ് ഒരു ചോദ്യമുണ്ട്. ദേവനെ പോലെയുള്ളവരെ കളഞ്ഞതെന്തിന്, അല്ലെങ്കിൽ അവർ പോയതെന്തിന്, അത് പിടിച്ചു നിർത്തുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വികസിത കേരളത്തെ നിങ്ങൾ പിടിക്കാൻ നോക്കുമ്പോൾ കൂടെ നിന്നവരും വരാനിരിക്കുന്നവരും വന്നവരും എവിടെ നിൽക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ ഇത് രണ്ട് മുഖമാണ്. ആ രണ്ട് മുഖവും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ BJPക്ക് എന്തെങ്കിലും ക്ലച്ച് പിടിക്കാൻ, ഒരു സീറ്റെങ്കിലും ലോകസഭയിൽ പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം.